Hello friends, stock market loversലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ, അതോടൊപ്പം നാളേക്കുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂ, പിന്നെ കുറച്ച് നല്ല ഇൻട്രാഡേ സ്റ്റോക്സും. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 15,208-ൽ 104 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 51,703-ൽ 400 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 36,910-ൽ 187 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ഫ്രണ്ട്സ്, നിഫ്റ്റിയുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ്. നിഫ്റ്റിയുടെ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 15,313 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 15,279. ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു ഓൺലി 15,314 ആൻഡ് ഡേ ലോ വാസ് 15,170. 104 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 15,208-ലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി റിലയൻസ്, അദാനി പോർട്സ്, SBI, ഹീറോ മോട്ടോകോപ്പ്, HDFC ലൈഫ്, അങ്ങനെ. ആൻഡ് കുറച്ച് ഡൗൺ മൂവ്മെൻറ്റ് കാണാൻ കഴിഞ്ഞത് HDFC ബാങ്ക്, HDFC, നെസ്ലെ, ബജാജ് ഫിൻസർവ്, TCS. ആൻഡ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പിന്നിങ് ടോപ്പാണ് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്, വിച്ച് ഈസ് ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. ബട്ട് ടുഡേ ഓൾസോ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയിൽ. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 37,098 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 37,041, ഫ്ലാറ്റ്. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 37,331 and day low was 36,764. 187 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 36,910-ലാണെന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് കുറച്ച് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള സ്റ്റോക്സുകൾ നോക്കുകയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ SBI, PNB, ബാങ്ക് ഓഫ് ബറോഡ, IDFC ഫസ്റ്റ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, അങ്ങനെ. ആൻഡ് ഡ്രാഗ് ചെയ്യിപ്പിച്ചത് HDFC ബാങ്ക്, കൊട്ടക് മഹേന്ദ്ര, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ICICI ബാങ്ക്, RBL ബാങ്ക്. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നൊരു ബെയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഇന്ത്യ വിക്സും ഇന്ന് ഡൗൺ ആണ്. ആൻഡ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഈസ് നിഫ്റ്റി ഷുഡ് ഹോൾഡ് അബവ് 15,140. അത് ബ്രീച്ച് ആവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് സപ്പോർട്ട് കാണാൻ കഴിയുന്നത് 15,080 ആണ്. ആൻഡ് റെസിസ്റ്റൻസ് 15,290-ലുണ്ട് ആൻഡ് സെക്കൻഡ് ഈസ് 15,370-ലും. അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ഫസ്റ്റ് സപ്പോർട്ട് കാണാൻ കഴിയുന്നത് 36,670-ലാണ്. സെക്കൻഡ് ഈസ് 36,430-ലും. അതേസമയം റെസിസ്റ്റൻസ് 37,240-ലും, സെക്കൻഡ് ഈസ് 37,560-ലും. ഫ്രണ്ട്സ്, ഓപ്ഷൻ ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 16,000-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,500-ലും, തേർഡ് ഈസ് 15,300 സ്ട്രൈക്സിലുമാകുന്നു. ആൻഡ് കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് കാണാൻ കഴിയുന്നത് 15,200-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,300-ലും, തേർഡ് ഈസ് 15,400-ലും. അതേസമയം അൺവൈൻഡിങ് കാണാൻ കഴിയുന്നത് 15,800-ലും, സെക്കൻഡ് 15,900-ലും, തേർഡ് ഈസ് 14,500-ലും. ആൻഡ് പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് മാക്സിമം കാണാൻ കഴിയുന്നത് 15,000 സ്ട്രൈക്കിലാണ്. സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500-ലും, തേർഡ് ഈസ് 14,800-ലും. അതേസമയം റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 15,200-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,000-ലും, തേർഡ് ഈസ് 14,900-ലും. അൺവൈൻഡിങ് കുറച്ചൊക്കെ കാണാൻ കഴിയുന്നത് 15,400-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,500-ലും ആകുന്നു. ആൻഡ് തിയറി ഓഫ് മാക്സ് പേനെറ്റ് 14,900-ലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനിരിക്കുന്ന മെയിൻ കമ്പനിയിൽ ഒന്നാകുന്നു അംബുജ സിമെൻറ്റ്. ആൻഡ് ദർ ആർ മെനി കമ്പനീസ്, യു ക്യാൻ ചെക്ക് ഇറ്റ് വിത്ത് NSE വെബ്സൈറ്റ്. ആൻഡ് ഗെയിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് ഉള്ളത് അവരുടെ ഒരു ബൈബാക്ക് ഒരു ഷെയർ ബൈബാക്ക് ഓപ്പൺ ആവുന്നുണ്ട്. അത് 25-നാണ് ആൻഡ് മാർച്ച് 10-ന് ക്ലോസ് ചെയ്യും. FIIS and DS ഡാറ്റ. FIISൻ്റെ ഭാഗത്തു നിന്ന് ഒരു പർച്ചേസിങ് ഉണ്ടായിട്ടുള്ള 1,008 crores-ൻ്റെയാണ്. അതേസമയം DSൻ്റെ ഭാഗത്തു നിന്ന് 1,283 crores-ൻ്റെ സെൽ ഓഫ് നടന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്റ്റോക്സ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. നല്ല മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു
സ്റ്റോക്സുകൾ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഓക്കെ ഷോർട്ട് സെല്ലാവാം, ഒരു ബൈയിങ് ഓർ ഓപ്പർച്യൂണിറ്റി ആവാം. അത് that is up to you. Okay, so I'm not giving any target or trigger here. So first one is Lalpat Lab, PNB, Idea, Sun TV, Adani Ports, Canara Bank, Hero Motocorp and Concor. പ്ലസ് ഒരു മെയിൻ 2-3 സ്റ്റോക്സുകൾ വേറെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടതിൽ ഒന്ന് ഭാരതി എയർടെൽ, റിലയൻസ്, HDFC ബാങ്ക്. ഈ 3 സ്റ്റോക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഓക്കെ മറ്റ് ഒന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ 3 സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ചെയ്തിരിക്കണം. ഓക്കെ, നോട്ട് ഓൺലി ഫോർ ടുമാറോ, ഓക്കെ അടുത്തൊരു 2-3 ദിവസത്തേക്ക്. So that's it guys. This is all my personal view. My view may get wrong, so don't follow it blindly. Consult a financial advisor before you enter the market or trade. ഇത്രമാത്രം ഫ്രണ്ട്സ് ഇന്നത്തേക്ക്. And don't forget to subscribe my channel. Please subscribe my channel, hit the like button, share it. Money എന്തായാലും അടിച്ചോളൂ. Ting ting. Happy trading. Take care. Good night.